പഴവർഗ്ഗങ്ങളുടെ വില നിലമാണ് കാന്തല്ലൂർ. കോടമഞ്ഞ് മൂടുന്ന കാന്തല്ലൂരിലെത്തിയാൽ പഴവർഗ്ഗങ്ങൾ വിളയുന്ന ധാരാളം കൃഷിത്തോട്ടങ്ങളുണ്ട്. അത്തരമൊരു കൃഷിയിടമാണ് കർഷകനായ ബാബുവിൻ്റേത്. ആപ്പിളും ഓറഞ്ചും പ്ലംസും മാതളവുമെല്ലാം വിളഞ്ഞു കിടക്കുന്ന മനോഹരമായ കാഴ്ച കണ്ടുവരാം. സഞ്ചാരികൾ ധാരാളം എത്തുന്ന കാന്തല്ലൂരിലെ മനോഹര കാഴ്ചകളിലൊന്നാണ് പഴവർഗ്ഗങ്ങൾ വിളയുന്ന കൃഷിയിടങ്ങൾ. പച്ചപുതച്ച കൃഷിയിടങ്ങളിൽ പഴവർഗ്ഗങ്ങൾ അങ്ങനെ മൂപ്പത്തി പാകമായി വരുന്ന കാഴ്ചകൾ സഞ്ചാരികൾക്ക് കൗതുകത്തിന്റെ അനുഭൂതിയൊരുക്കുന്നു. സാബുചേട്ടന്റെ ഈ തോട്ടത്തിലെത്തുന്ന സഞ്ചാരികളുടെ കണ്ണിലും അതേ കൗതുകം തന്നെ. ആപ്പിളും ഓറഞ്ചും പ്ലംസും മാതളവുമെല്ലാം പാകമായി വിളവെടുക്കാറായി അങ്ങനെ കിടക്കുന്നു. കുറച്ചു വർഷങ്ങളെ ആയിട്ടുള്ളൂ ഈ കൃഷിയിടം സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു ഫാമായി മാറിയിട്ട്. ഞാനിവിടെ വന്നിട്ട് ഒരു 48 വർഷത്തോളമായി. ഇവിടെ പലതരം കൃഷികൾ ചെയ്ത് പരാജയപ്പെട്ട അവസാനം ഇങ്ങനെ ഒരു കൃഷിയിലേക്ക് തിരിഞ്ഞു. ഏതാണ്ട് കോവിഡ് കാലം മുതൽ അതിന് ശേഷം ഈ ടൂറിസ്റ്റുകളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട്. അതിന് മുമ്പ് അകത്ത് വിടുകയില്ലായിരുന്നു. ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വാങ്ങാം, അപ്പോൾ തോട്ടത്തിനുള്ളിലേക്ക് വിടുകയില്ല. ഇപ്പോൾ നിശ്ചയ ഫീസ് വാങ്ങി അകത്തേക്ക് വിടുന്നുണ്ട്. ഇവിടെയുള്ള ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് വിൽക്കുന്നത്. പിന്നെ ഗസ്റ്റുകൾ വരുന്ന അവരുടെ സൗകര്യം അനുസരിച്ച് കൂടെ ഗൈഡിനെ വിടും. ഫാമിൽ നിന്നും ശേഖരിച്ച പഴവർഗ്ഗങ്ങൾ ആവശ്യക്കാർക്ക് ഇവിടെ വെച്ച് തന്നെ വാങ്ങാം. 14 ഇനം പഴവർഗ്ഗങ്ങളാണ് ബാബുചേട്ടന്റെ കൃഷിയിടത്തിൽ ഇങ്ങനെ വിളവെടുക്കാൻ പാകമായി നിൽക്കുന്നത്. ടൂറിസവും കൃഷിയും കോർത്തിണക്കി ഇത്തരത്തിലുള്ള നിരവധി ഫാമുകൾ കാന്തല്ലൂർ മേഖലയിലുണ്ട്. ഈ കാഴ്ചകൾ കാണാൻ നിരവധി സഞ്ചാരികളും കാന്തല്ലൂരിലേക്ക് ഒഴുകിയെത്തുന്നു. ജനം, ഇടുക്കി.